മിഥുനെ യാത്രയാക്കിയിരിക്കുന്നു. നാട് ചിത കത്തി അമരുകയാണ്. 13 വയസ്സുള്ള ഒരു കൊച്ചു ബാലൻ, അവനും വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. അനുജനെ കാര്യമായി നോക്കിയിരുന്നു. അമ്മ സ്ഥലത്തില്ല എന്നുള്ളത് കൊണ്ട് അവൻ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ ആ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്തിരുന്ന കൊച്ചു ബാലൻ അവൻ കൂടി ഇല്ലാതാകുമ്പോൾ ഒരർത്ഥത്തിൽ ആ കുടുംബത്തിൻ്റെ ഒരു താങ്ങുകൂടി ഇല്ലാതാകുന്നു എന്നതാണ്. അനുജനെ സംബന്ധിച്ചും ഈ വിയോഗം വളരെ കടുത്തതാണ്. ഏറെ ഇഷ്ടമുള്ള വെള്ളയപ്പം ബാക്കി വയ്ക്കണം വൈകിട്ട് താൻ തിരികെ എത്തുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മിഥുൻ ആ ദിവസം സ്കൂളിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ ഇനി ഒന്നും അവൻ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ലാത്തൊരു ലോകത്തേക്ക് അവൻ യാത്രയായിരിക്കുന്നു. ചിത കത്തി അമരുകയാണ്. ജയകുമാർ, അങ്ങനെ മിഥുനൊരു നോവായി എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു നോവായി അവനുണ്ടാകും. അനുജ, ഉറപ്പായും മിഥുൻ നമ്മളുടെ ഓർമ്മകളിൽ അങ്ങനെ ഒരു നോവായി എന്നും ഉണ്ടാകും. അതിനൊപ്പം നമ്മളുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരുടെ ജീവൻ എടുക്കുന്നത് എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാവുകയാണ് മിഥുൻ്റെ ജീവിതവും ഈ വീട്ടിലെ കാഴ്ചകളും. അതുപോലെ തന്നെ ഒരു 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 സിസ്റ്റത്തിൻ്റെ എന്താണ് അത് നേരായി ജോലി ചെയ്യാത്തത് കൊണ്ടുണ്ടായ ഒരു രക്തസാക്ഷി കൂടിയായി മിഥുൻ മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല തരങ്ങളിൽ മിഥുൻ നമ്മളുടെ ഓർമ്മകളിൽ എക്കാലവും നിലനിൽക്കും. ഇപ്പോഴും നമുക്കറിയാം, ഈ സംഭവത്തിന് ശേഷം, ഈ ദുരന്തത്തിന് ശേഷം, മിഥുന് അപകടം പറ്റിയതിന് ശേഷം നമ്മൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ സംസ്ഥാനത്ത് എത്രയോ സ്കൂളുകളുടെ മുകളിലൂടെ തൊട്ടുരുമ്മി കുട്ടികളുടെ കൈമുട്ടാവുന്ന തരത്തിൽ അതിൻ്റെ ജനാലകളുടെ സമീപത്തുകൂടി അതിൻ്റെ ടെറസിന് മുകളിലൂടെ തൊട്ടുമുകളിലൂടെ ഈ വൈദ്യുതി ബോർഡിൻ്റെ KSEBിയുടെ ഇലക്ട്രിക് കേബിളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്നും മാറ്റാൻ, അതിലൊരു ഇടപെടൽ നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സമയം അതിക്രമിച്ചു എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മിഥുൻ്റെ ജീവിതം. ഇങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതൊന്ന് വിടരും മുമ്പേ കൊഴിഞ്ഞു എന്ന് നമ്മളൊക്കെ പറയുന്നത് പോലെ മിഥുൻ 13ാമത്തെ വയസ്സിൽ നമ്മളുടെ കൂടെ നിന്ന് മടങ്ങുമ്പോൾ അത് ആ സംവിധാനങ്ങളാകെ പാളിയതിൻ്റെ രക്തസാക്ഷിയാവുകയാണ് മിഥുൻ. അതുകൊണ്ട് മിഥുൻ എക്കാലവും നമ്മളുടെ ഓർമ്മകളിൽ ആ നിലയിൽ തന്നെ ഉണ്ടാകുമെന്നതിൽ തർക്കമൊന്നും വേണ്ട. പക്ഷേ അങ്ങനെ ഇനിയും ഒരാൾക്ക് പോലും ഇത്തരം ഒരു ദുരന്തം നേരിടാൻ പാടില്ല. ഒരു കുഞ്ഞിന് പോലും ഇങ്ങനെ അതിൻ്റെ അച്ഛനമ്മമാർക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ആ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിൽ ഗൗരവമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നതിനെ ചൊല്ലി പുറത്ത് ചർച്ചകൾ നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനല്ല നീയാണ് എന്ന് പറഞ്ഞ് പലരും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ അതിൽ വീഴ്ചയുണ്ടായി എന്നത് വ്യക്തമാണ്. അതെവിടെയാണ് ആ വീഴ്ച എന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇപ്പോഴത് പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഇപ്പോഴാണത് പറയേണ്ടത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് അത് ഇപ്പോഴാണ് പറയേണ്ടത്. അങ്ങനെ പറയാത്തത് മൂലമാണ് മിഥുൻ എന്ന 13 വയസ്സുകാരൻ നമ്മളെ മുഴുവൻ വലിയ സങ്കടക്കടലിലാഴ്ത്തി ഇവിടെ നിന്ന് നമ്മളുടെ കൂടെ നിന്ന് ഇപ്പോൾ മടങ്ങിയത്. 13 വയസ്സേ ഉള്ളൂ. എന്തെല്ലാം സ്വപ്നങ്ങളുമായി സ്കൂളിലേക്ക് പോയതാണ്. ഇപ്പോൾ ഈ അവസ്ഥയിലാണ് നമുക്ക് അവനെ തിരികെ കാണേണ്ടി വരുന്നത്. അത്തരമൊരവസ്ഥയിലൂടെ ഇനി ഒരു നാടും ഒരു ഗ്രാമവും ഒരു അച്ഛനമ്മമാരും ഒരു സഹോദരനും ബന്ധുക്കളും ഒന്നും പോകാൻ പാടില്ല എന്നതായിരിക്കണം നമ്മൾ മിഥുൻ്റെ ആ ചിത കത്തിയെരിയുമ്പോൾ അതിന് മുന്നിൽ നിന്നെടുക്കുന്ന പ്രതിജ്ഞ. അതുകൊണ്ട് ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നൽകിയിട്ടാണെങ്കിലും കഴിയുമോ എന്നതാണ്. അപ്പോൾ നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചാൽ മാത്രമേ ഇത് നന്നാക്കാൻ കഴിയൂ എന്നൊക്കെ കരുതുന്ന തരത്തിൽ ദുർബലമാണോ നമ്മുടെ സംവിധാനങ്ങൾ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സ്വയം ചോദിക്കേണ്ടി വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. ഈ കാഴ്ചകൾ, ഒരു 6ാം ക്ലാസ്സുകാരൻ അവൻ്റെ 13 വയസ്സുള്ള അവൻ്റെ ചേട്ടൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ചെയ്യുന്നതും ആ കാഴ്ചകളും അതിന് സാക്ഷികളായി മാതാപിതാക്കൾ അതിനടുത്ത് നിൽക്കുന്നതും അവൻ്റെ മുത്തശ്ശി അടക്കം പ്രിയപ്പെട്ട ബന്ധുക്കൾ തളർന്നു വീഴുന്നതുമൊക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ കാണുകയാണ്. ഈ കാഴ്ചകൾക്ക് യഥാർത്ഥത്തിൽ നേരിട്ടും നേരിട്ടല്ലാതെയും ഒക്കെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികൾ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. എന്തുകൊണ്ട് നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല ഈ പ്രശ്നങ്ങളെന്നൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കും. പക്ഷേ അപ്പോഴും അതൊക്കെ ചെയ്യേണ്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ അതിൽ
കണ്ണടച്ചതാണോ അതോ നാളേക്ക് മാറ്റി വെച്ചതാണോ എന്നൊക്കെ നമുക്ക് ഓരോ ന്യായമൊക്കെ ആ, ആ, കണ്ടെത്താൻ കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ നമുക്കൊരു ജീവൻ കൊടുക്കേണ്ടി വന്നു. നമ്മളൊരു മിഥുൻ യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിയായിരിക്കുകയാണ്. ഇവിടുത്തെ സംവിധാനങ്ങളുടെ പരാജയത്തിൻ്റെ ആകെ രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് മിഥുൻ. അനാസ്ഥയുടെ രക്തസാക്ഷി എന്ന് നമ്മൾ വെറുതെ അല്ല മിഥുനെ പറയുന്നു. മിഥുൻ അതുകൊണ്ട് നമ്മളുടെ ഓർമ്മകളിൽ എക്കാലവും ഉണ്ടാകും. അത് ഈ ഈ ഈ അപകടത്തിൻ്റെ, ഈ മഹാദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോഴും മിഥുൻ അത് മുഴുവൻ ചൂണ്ടിക്കാണിച്ച് നമ്മളുടെ മുന്നിൽ ഉണ്ട്. ഒരു അദൃശ്യ സാന്നിധ്യമായി നമ്മളുടെ മുന്നിലുണ്ട് എന്ന് ആർക്കും മറക്കാൻ കഴിയില്ല. അത് ആരും മറക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ന് രാവിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി സ്കൂളിലെത്തിച്ചു. ആ സ്കൂളിന് മുന്നിൽ പതിനായിരങ്ങളാണ് കാത്തു നിന്നത്. ഏതാണ്ട് 1 മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് വീട്ടിലേക്ക് വിലാപയാത്ര തുടങ്ങിയത്. അത് കടന്നു വരുന്ന വഴികളിലൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ പലരും ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ നമ്മൾ വലിയ റോഡിന് ഇരുവശത്തും എത്രയോ ആളുകളാണ് അവസാനമായി ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി കാത്തു നിന്നത്. അങ്ങനെ വീട്ടിലെത്തി അമ്മയുടെ സങ്കട കാഴ്ചകൾ, ആ കരച്ചിലിന് മുന്നിൽ, ആ കണ്ണീരിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് പോലും കഴിയില്ല. ഈ ദിവസങ്ങളിൽ ആ വീട്ടിൽ ചെന്ന ആളുകൾക്ക് ആ മുത്തശ്ശിയുടെ കണ്ണീരിന് മുന്നിൽ, നിലവിളിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ, പതറാതെ നിൽക്കാൻ ആർക്കെങ്കിലും കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരുപക്ഷെ കണ്ടു നിന്നവരെ മുഴുവൻ കണ്ണീർ കടലിലാഴ്ത്തി വലിയ ദുഃഖത്തിൻ്റെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് 13 വയസ്സുകാരൻ നമ്മളുടെ ഇടയിൽ നിന്ന് പോകുന്നത്. അവൻ്റെ സ്വപ്നങ്ങളൊക്കെ ആ ചിതയിൽ ഇപ്പോൾ എരിഞ്ഞമരുകയാണ്. സ്കൂളിലേക്ക് പോയ 13 വയസ്സുകാരൻ തിരികെ 2 ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ അവൻ്റെ ചിതയിലേക്കാണ് അവൻ വരുന്നത് എന്നത് നമ്മളുടെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന, നമ്മളെ വലിയ തോതിൽ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ ഹൃദയം നുറുങ്ങുന്ന, വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അത് കേവലം ഈ വാർത്തയെപ്പറ്റി അറിയുന്ന, ഇത് കാണുന്ന, ഇത് മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ വേദന അവർക്കൊക്കെ അത് അനുഭവിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഈ വാർത്ത വന്ന ദിവസം മുതൽ പിന്നീട് വരുന്ന പല അന്വേഷണങ്ങളും ഈ അപകടത്തെപ്പറ്റി, ആ കുഞ്ഞിൻ്റെ വീട്ടിലെ സാഹചര്യത്തെപ്പറ്റി ഒക്കെ ആയിരുന്നു, അതിൻ്റെ രക്ഷിതാക്കളെ പറ്റിയൊക്കെ ആയിരുന്നു ആദ്യ മണിക്കൂറുകളിൽ പലരും നമ്മളോട് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അവരുടെ കുടുംബ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. സാധാരണ കുടുംബമാണ്. നാട്ടിലെ പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങളൊക്കെ മൂലം അമ്മയ്ക്ക് ഒരു പ്രവാസ ജീവിതം അതിലേക്ക് പോകേണ്ടി വന്നു. അവിടെ നിൽക്കുമ്പോഴാണ്, ഉറ്റവരും ഉടയവരും ഒന്നും ഇല്ലാത്ത സമയത്താണ് ഒരു അമ്മ മകൻ്റെ വിയോഗ വാർത്ത, മരണ വാർത്ത അറിയുന്നത്. അവരെ ആശ്വസിപ്പിക്കാൻ പോലും അവിടെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും അവിടെ ഒരുപക്ഷെ ആരും ഉണ്ടായിരിക്കില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ അമ്മ ഈ മണിക്കൂറുകളിൽ കടന്നുപോയത് എന്നത് അവരുടെ മുഖത്തും അവർ അനുഭവിച്ച ദുഃഖത്തിൻ്റെയും മാനസിക സംഘർഷങ്ങളുടെയൊക്കെ ആഴം അവരുടെ മുഖത്ത് നമുക്ക് ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചയ്ക്കുമൊക്കെ കാണാൻ കഴിയുമായിരുന്നു. എപ്പോഴാണ് ഇനി അവർക്കൊക്കെ അവരുടെ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്കെന്ന് ഞാൻ പറയുന്നില്ല, ജീവിതത്തിലേക്ക് അവർക്കൊക്കെ എപ്പോഴാണ് തിരികെ വരാൻ കഴിയുക എന്ന് നമുക്കറിയില്ല. അത് വേഗത്തിൽ അവർക്ക് കരുത്തുണ്ടാവട്ടെ. ഈ പറയുന്ന മോശം സമയത്തെ നേരിടാൻ അവർക്ക് കരുത്തുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. നല്ല വാക്കുകൾ കൊണ്ടോ ആശ്വാസവാക്കുകൾ കൊണ്ടോ ഒന്നും അവരുടെ ഉള്ളിലെ വലിയ സങ്കടക്കടലിനെ തണുപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അവരുടെ തോരാത്ത കണ്ണീരിന് ശമനം ഉണ്ടാക്കാനും നമുക്ക് കഴിയില്ല. പകരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നതാണ്. അതിന് പറ്റുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അത് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനപ്പുറത്തേക്ക് അവരുടെ നഷ്ടം അത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. അവരുടെ സങ്കടം, അതിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാനും കഴിയില്ല. അച്ഛനെയും അമ്മയും സഹോദരനെയും മുത്തശ്ശിയെയും മറ്റു ബന്ധുക്കളെയും ഒന്നും. അതുകൊണ്ട് അതൊക്കെ കാലം അതിൻ്റെ ജോലി ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.